വചനം വചനം ത്രിയേക ദൈവമവചനം വചനം. ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് അതിരൂപതയിലെ വൈദികർക്ക് വേണ്ടി AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക്ഷോപ്പ് നടത്തുകയുണ്ടായി. അഭിനന്ദ വർഗീസ് പിതാവും അതിരൂപതയിലെ എല്ലാ വൈദികരും ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ സാധ്യതകളും വെല്ലുവിളിയും, അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതും ഒരു മഞ്ഞുമലയുടെ അഗ്രം എന്നതുപോലെ മാത്രം. AI ടൂൾസ് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുവാൻ സാധിക്കുമെന്ന് കുറേയൊക്കെ പഠിക്കുകയുണ്ടായി. ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ഒരു വൈദികൻ്റെ സംശയം ഇപ്രകാരമായിരുന്നു: നമ്മൾ ലാപ്ടോപ്പിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും ഫോണിൽ നിന്നുമൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന ഡാറ്റ, അത് പിന്നീട് മറ്റുള്ളവർക്ക് റിട്രീവ് ചെയ്യുവാൻ സാധിക്കുമോ എന്നതായിരുന്നു ആ വൈദികൻ്റെ ചോദ്യം. അതിന് ക്ലാസ് നയിച്ച റിസോഴ്സ് പേഴ്സൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു: സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോകുമെങ്കിൽ പോലും നല്ലൊരു ഹാക്കർക്ക് വേണമെങ്കിൽ അത് റിട്രീവ് ചെയ്യുവാൻ സാധിക്കും. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഡാറ്റ ഡിലീറ്റായി പോകുമെന്നുള്ളതും മറ്റാർക്കും അത് റിട്രീവ് ചെയ്തെടുക്കുവാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു മിത്താണ്. എനിക്ക് ആ വാക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി, മിത്ത് എന്നുള്ള വാക്ക്. കാരണം പലപ്പോഴും ചെറിയൊരു വിഭാഗം ആളുകൾ ഈ വാക്ക് പല ആവർത്തി ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് പറയുമായിരുന്നു, ഗോഡ് ഇസ് എ മിത്ത്. ഞാൻ അവനോട് പറഞ്ഞു, ഗോഡ് ഇസ് നോട്ട് എ മിത്ത് ബട്ട് എ റിയാലിറ്റി. ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പുതിയ ട്രെൻഡാണ് ഗോഡ് ഇസ് എ മിത്ത്. ദൈവം ഒരു മിഥ്യയാണ് എന്ന്, ദൈവം ഒരു കെട്ടുകഥയാണ് എന്നുള്ളത്. എന്നാൽ നമ്മുടെ എല്ലാവരും അനുഭവത്തിൽ നിന്നും പറയാൻ സാധിക്കും ദൈവം ഒരു യാഥാർത്ഥ്യമാണ് എന്നത്. കാരണം നമ്മൾ പലരും അനുദിനം അനുഭവിച്ചറിയുന്ന സത്യമാണ് ദൈവം ഒരു യാഥാർത്ഥ്യമെന്നത്. ദൈവം എന്ന യാഥാർത്ഥ്യം മനുഷ്യൻ്റെ ബുദ്ധിയോ അറിവ് കൊണ്ടോ ഒരിക്കലും അളക്കുവാനായിട്ട് സാധിക്കില്ല, പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ സാധിക്കില്ല. കാരണം അത് മനുഷ്യനെ പോലെ പരിമിതനായിട്ടുള്ളൊരു ജീവിക്ക് ഈശ്വരനെ പോലെ അപരിമിതനായിട്ടുള്ള ഒരു പ്രതിഭാസത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ സർവ്വവ്യാപിയായിട്ടുള്ള ദൈവത്തിൻ്റെ ചൈതന്യത്തെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ മനുഷ്യന് കഴിയില്ല. എന്നാൽ ഏറെക്കുറെ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ മനുഷ്യന് സാധിക്കും. അത് ദൈവം ആർക്ക് നൽകണമെന്ന് ഇച്ഛിക്കുന്നുവോ അവർക്ക് ലഭിക്കും. കൃപ ലഭിച്ചവർക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഉൾക്കാഴ്ചയും ഈ ഒരു സത്യമാണ്. എല്ലാവർക്കും ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കില്ല. അത് കൃപ ലഭിച്ചവർക്ക് മാത്രമേ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുകയാണ്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ നാഥനായിട്ടുള്ള പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ ബുദ്ധിമാന്മാർ എന്ന് യേശു ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ അറിവിലും പദവിയിലും അഹങ്കരിക്കുകയും ദൈവത്തിൻ്റെ മുൻപിൽ തങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഭാവിക്കുകയും ചെയ്ത നിയമജ്ഞരെയും ഫരിസരുമാണ്. ശിശുക്കൾ എന്നുകൊണ്ട് ഈശോ അർത്ഥമാക്കുന്നത് പ്രായം കൊണ്ട് ചെറിയവരല്ല, മറിച്ച് ഹൃദയത്തിൽ കപടതയില്ലാത്ത, ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, സഹായം ചോദിക്കുവാൻ മടിക്കാത്തവൻ, കരയാൻ ലജ്ജിക്കാത്തവൻ, പ്രത്യാശ കൈവിടാത്തവൻ, എളിമയുള്ളവൻ. മറ്റൊരു വേളയിൽ ഈശോ ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മത്തായി 5:3 ആത്മാവിൽ ദരിദ്രരായിട്ടുള്ള ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ആത്മീയ തത്വങ്ങളൊന്നാണത്. ഇവിടെ ആത്മാവിൽ ദരിദ്രർ എന്നുദ്ദേശിക്കുന്നത് ഭൗതികമായിട്ട് പണമില്ലാത്തവരല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ സ്വന്തം നിസ്സാരത തിരിച്ചറിയുന്നവരും പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമാണ്. അതായത് എൻ്റെ ബുദ്ധിയോ പണമോ പദവിയല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ വഴി നടത്തുന്നത് എന്ന് എളിമയുള്ള ചിന്താഗതിയാണ്. ചുരുക്കത്തിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന, തങ്ങളുടെ നിസ്സാരത മനസ്സിലാക്കുന്ന എളിയവരായിട്ടുള്ള മനുഷ്യരെയാണ് ഇവിടെ ഈശോ ശിശുക്കൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ ആഴം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇന്ന് കേരളീയ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വിപത്താണ് അറിവിൻ്റെ അഹങ്കാരവും ആത്മീയ ദാരിദ്ര്യവും. മലയാളികളായ നമ്മൾ വിദ്യാഭ്യാസത്തിലും സാങ്കേതിക വിദ്യയിലും ഭൗതിക നേട്ടങ്ങളും ഏറെ മുന്നിലാണ്. മലയാളിയുടെ ബുദ്ധിയാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് പറയുന്നതിലും തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉയർന്ന ബിരുദങ്ങളും വിദേശ ജോലികളും ആധുനിക ജീവിത സൗകര്യങ്ങളും വലിയ ഭവനങ്ങളും എല്ലാം നമുക്കുണ്ട്. എന്നാൽ ഈ ബുദ്ധിജീവി ലോകത്ത് പല മലയാളികളുടെയും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അറിവ് കൂടുമ്പോൾ പരിലിലും ദൈവമില്ലായ്മയും ആത്മീയതയോടുള്ള അവഗണനയും വർദ്ധിച്ചു വരുന്നു. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ പലർക്കും ദൈവം ഒരു മിഥ്യയാണ്. ഗോഡ് ഈസ് എ മിത്ത്. ഇതുമൂലം എല്ലാം സ്വന്തം ബുദ്ധി കൊണ്ട് അളക്കുവാൻ ശ്രമിക്കുന്ന ആധുനിക മനുഷ്യൻ യഥാർത്ഥത്തിൽ ആന്തരികമായിട്ട് തകരുകയാണ്. കേരളീയ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന മറ്റൊരു വിപത്താണ് മാനസിക സമ്മർദ്ദവും ജീവിത തകർച്ചകളും. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് ആത്മഹത്യകളും മാനസിക പിരിമുറുക്കങ്ങളും വർദ്ധിച്ചു വരുന്നതായിട്ട് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സാങ്കേതിക വിദ്യയിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യ രംഗത്തും ഇന്ത്യയിലെ ഏറ്റവും പുരോഗമിച്ച സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള കേരളം ഡിജിറ്റൽ വിപ്ലവത്തിലും ജീവിത നിലവാരത്തിലും മാതൃകയായിട്ട് ലോകം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിൽ നമുക്ക് അവഗണിക്കാനാവാത്ത ഒരു വേദനാജനകമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ എണ്ണം. ലഭ്യമായ സർക്കാർ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ആത്മഹത്യകളുടെ ചിത്രം ഇങ്ങനെയാണ്. 2023 കേരളത്തിൽ 10,994 പേർ ആത്മഹത്യ ചെയ്തു. 2024 ഈ എണ്ണം ഏകദേശം 11,500 വർദ്ധിച്ചു. അതായത് ശരാശരി പ്രതിദിനം 30 മുതൽ 32 വരെ ആളുകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇവരിൽ ഭൂരിഭാഗവും മുതിർന്നവരാണ്. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ലഹരി, മാനസിക സമ്മർദ്ദം, ഏകാന്തത എന്നിവയാണ് പ്രധാന കാരണങ്ങളായിട്ട് റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലും വേദനാജനകമായിട്ടുള്ള മറ്റൊരു യാഥാർത്ഥ്യം വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ്. എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കളെ, കേരള നിയമസഭയിൽ അവതരിപ്പിച്ച വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ഏകദേശം 50% വർദ്ധിച്ചു. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഒരു അധ്യയന വർഷത്തിൽ 53 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. അതും 13 വയസ്സുള്ള കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ കണക്കുകൾ വെറും അക്കങ്ങളല്ല. ഓരോ സംഖ്യയ്ക്കും പിന്നിൽ ഒരു കുടുംബമുണ്ട്, ഒരു അമ്മയുടെ കണ്ണുനീരുമുണ്ട്, ഒരു പിതാവിൻ്റെ തകർന്ന സ്വപ്നവുമുണ്ട്, പൂവണിയാതെ പോയ ഒരു ജീവിതമുണ്ട്. ഇന്ന് മാതാപിതാക്കൾ എന്ത് വിലയും കൊടുത്ത് കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ ക്ലാസ്സുകൾ കൈവിരൽ തുമ്പിലുണ്ട്. പക്ഷെ ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് അറിവ് വർദ്ധിച്ചിട്ടും അവർക്ക് പ്രത്യാശ കുറയുന്നത്? എന്തുകൊണ്ട് ദൈവഭയം ഇല്ലാതെ പോകുന്നു? മാതാപിതാക്കളെ, നിങ്ങൾ അവർക്ക് ഈശോയെ എല്ലാം നൽകിയപ്പോൾ ഈശോയെ നൽകിയോ? ഈ യാഥാർത്ഥ്യത്തിൻ്റെ നടുവിലാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു പറയുന്നത്: പിതാവേ, ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും നീ ഇവ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ യേശു വിദ്യാഭ്യാസത്തെയോ അറിവിനെയോ എതിർക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത്, മറിച്ച് അഹങ്കാരത്തെയും സ്വയം പര്യാപ്തതയും ആണ് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് മനുഷ്യൻ AI സൃഷ്ടിച്ചു. എന്നാൽ സ്വന്തം മനസ്സിലെ ശൂന്യത നിറയിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. ജീവിതത്തിലെ ചെറിയ പരാജയങ്ങളെ പോലും അഭിമുഖീകരിക്കുവാൻ, അവയെ ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നില്ല. കാരണം ബുദ്ധി വളർന്ന അത്രയും നമ്മുടെ ഹൃദയങ്ങൾ എളിമയിൽ വളർന്നിട്ടില്ല. ദൈവത്തിൽ ശരണം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. സ്വന്തം കരബലത്തിലും ബുദ്ധിവൈഭവത്തിലുമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ശിശുവിൻ്റെ പോലെയുള്ള ഹൃദയം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. ഇന്നത്തെ കേരളത്തിൻ്റെ മറ്റൊരു വലിയൊരു വേദനയാണ് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളും പ്രായമായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഏകാന്തതയും. അറിവും പണവും കൂടുമ്പോൾ പരസ്പരം വിട്ടുകൊടുക്കുവാനുള്ള മനസ്സിലായ്മയും അഹങ്കാരവും കുടുംബങ്ങൾ തകർക്കുന്നു. ലോകത്തിൻ്റെ ജ്ഞാനവും വിവേകവും കൊണ്ട് ജീവിതത്തെ നേരിടുവാൻ ശ്രമിച്ച പരാജയപ്പെടുന്ന ഈ സാഹചര്യത്തിലാണ് യേശു നമ്മളെ ശിശുക്കളെപ്പോലെ എളിമയുള്ളവരാകുവാനായിട്ട് ക്ഷണിക്കുന്നത്. യേശു വെളിപ്പെടുത്തിയ ഈ വലിയ ദൈവിക രഹസ്യത്തെക്കുറിച്ച് സഭാപിതാക്കന്മാരും വിശുദ്ധരും
മനോഹരമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ട്. സഭപിതാവായിട്ടുള്ള വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു: ദൈവം അറിവിനെ മറച്ചു വയ്ക്കുകയല്ല ചെയ്തത്, മറിച്ച് മനുഷ്യൻ തന്നെ സ്വന്തം ബുദ്ധിയിൽ അഹങ്കരിച്ചപ്പോൾ അവൻ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാതെ പോയതാണ്. ഒരു ശിശു അമ്മയുടെ കൈകളിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ സ്നേഹവും മനസ്സിലാക്കുവാൻ സാധിക്കൂ. അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ കൊടുമുടിയിൽ നിന്നിട്ടും ദൈവത്തിന് മുൻപിൽ ശിശുവായ മഹാനായ വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും ഇപ്രകാരം എഴുതി: നീ ജ്ഞാനിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം എളിമയുള്ളവനാവുക. കാരണം ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത് താഴ്വരകളിലേക്കാണ്, അഹങ്കാരത്തിൻ്റെ പർവ്വത മുകളിലേക്കല്ല. ആധുനിക കാലഘട്ടത്തിൽ ദ ലിറ്റിൽ വേ, ചെറിയ വഴി എന്ന ആത്മീയതയിലൂടെ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ വെനിസ്വേലയിലെ വിശുദ്ധ കൊച്ചു തെരേസ ഒരിക്കൽ പറഞ്ഞു: ദൈവസന്നിധിയിൽ വലിയവനാകുവാൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ച് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്താൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഇന്നീ ദിനം വചനത്തിൻ്റെയും സഭാപിതാക്കന്മാരുടെയും വിശുദ്ധരുടെയും ജീവിത സാക്ഷ്യങ്ങളിൽ നിന്നും തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. എളിമപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ കരബലത്തിൽ ആശ്രയിക്കാൻ. God is not a myth, but a reality to be encountered എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ശിശുവിനെ പോലെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ഈ പ്രാർത്ഥനയോട് അവസാനിപ്പിക്കാം. കർത്താവെ, അറിവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, എന്നാൽ അതിനെ വിനയത്തോടെ ഉപയോഗിക്കുവാനുള്ള കൃപയും തരണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.